ഹലോ ഗൈസ്, അപ്പൊ മനുഷ്യരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി ഡീപ് ക്ലീനിങ്. അതെ, ഞാനിപ്പോൾ ഉള്ളത് അതിന്റെ വീട്ടിലാണ്. അതിന്റെ വീട്ടിലൊരു ഡീപ് ക്ലീൻ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. കാണിച്ചു കൊടുക്കും നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോണ സംഭവം. നിങ്ങള് ഞാനും പറയാം, കാരണം നമ്മള് ജർമ്മനിയിലെ വിന്റർ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ വീടുകളില് മോൾഡ്, ഇവിടെ ജർമ്മനിയിലെ ഷിമ്മൽ എന്ന് പറയും, മലയാളത്തിലെ പൂപ്പൽ എന്ന് പറയും. ഈ സാധനം നമ്മുടെ വെന്റിലേഷൻ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തുണി വീടിന്റെ അകത്ത് ഉണക്കാനിട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ വീടിന്റെ അകത്ത് ഷിമ്മൽ വരും, അതായത് ഈ പൂപ്പൽ വരും. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ വെന്റിലേഷൻ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. തുണികൾ അകത്ത് വിടും, എന്നാലും നമുക്ക് ഹീറ്ററും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്മൂത്തായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടായിരുന്നു. പ്രിക്കോഷൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഫ്ലോ ആയിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും വീടിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണോ എന്ന് എനിക്ക് ഡൗട്ടില്ലായ്മയില്ല. ആയതിനാൽ പൂപ്പല് കാര്യമായിട്ട് തന്നെ കൂടി. ഈ ഒരു സൈഡിലൊക്കെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇതൊക്കെ കണ്ടോ. ലാൻഡ് ലോഡിന് നമ്മൾ മെയിൽ അയച്ച് അറിയിച്ചു, വീഡിയോ ഒക്കെ എടുത്ത്. പുള്ളി ഒരാളെ വിട്ട് മാക്സിമം ഇത് ചെക്ക് ചെയ്തു, നോക്കിയിട്ട് നാളെ മറുപടി വരാം, 2 ദിവസം കഴിഞ്ഞ് മറുപടി വരാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഒരു മറുപടിയും കണ്ടില്ല. ഒരു ഫോളോ അപ്പ് മെയിലൂടെ അയച്ചിട്ടുണ്ട്, വൈകാതെ തന്നെ റെസ്പോൺസ് വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ റെൻറ്റിൽ നിന്നും ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് ആണെന്ന് എനിക്കറിയത്തില്ല, അത് പുള്ളിയോട് തന്നെ സംസാരിക്കണം. നമുക്കിത് കാരണം എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് അവർക്ക് അല്ല, നമുക്ക് അവരാൽ അത് കവർ ചെയ്യാനുള്ള എല്ലാവിധ ലീഗൽ കാര്യങ്ങളും ഇവിടെ ജർമ്മനിയിൽ പോസിബിളാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് നമുക്ക് പാചകത്തിലേക്ക് പോകേണ്ട, പണിയിലേക്ക് കിടക്കാം. ഇന്ന് എൻ്റെ കൂടെ പണിയാൻ നിവേദ ബെർലിനിൽ നിന്ന് കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ച് വന്നിരിക്കുകയാണ്. അതെ, ഞാൻ ബെർലിനിൽ നിന്ന് കഷ്ടപ്പെട്ട് അതിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വന്നതാണ്. അപ്പൊ പരിപാടി തുടങ്ങാം. ആദ്യമേ ഒന്ന് ഒതുക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ കിടക്കാറില്ല, ഇവിടെ ഷിമ്മലായതുകൊണ്ട് നമ്മൾ ബെഡ് നമ്മുടെ ഹോളിലേക്ക് കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കാറ്. സോ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്, നമ്മളിതൊന്ന് ഒതുക്കുന്നു. അതിന് ശേഷം മാസ്ക് വയ്ക്കണം. പിന്നെ ഒരു സാധനമുണ്ട്, നമ്മളിതിൽ കളയാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്തേ, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഡെങ്മിറ്റ് DM-ൻ്റെ ഒരു ബ്രാൻഡാട്ടോ. ശരിക്കും ഷിമ്മൽ എൻ റഫ്നർ. നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ DM-ന്ന് 3-4 യൂറോ കൊടുത്ത് വാങ്ങിച്ചത് കേട്ടോ. ആമസോണിൽ 8-9 യൂറോ. അത് നല്ല കൂടിയ സാധനമാണ്. കൂടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഐറ്റം. അത് മാസ്ക് ഒട്ടും ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇത് ചുമ്മാതെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അടിക്കുന്നു, മാസ്ക് വയ്ക്കാതെ അടിക്കുന്നില്ല. അടിച്ചിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം തുടച്ചു കളഞ്ഞാൽ മതിയെന്നൊക്കെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്തായാലും. ജർമ്മനി മാത്രമല്ല, ഇത് യൂറോപ്പിൽ എല്ലായിടത്തും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. യൂറോപ്പില്ല, തണുപ്പുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നങ്ങൾ നോർമലി ഉണ്ടാവാറുണ്ട്. ഇത് ഈ വീടിൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തൊഴിലാളി അടിമക്കണ്ണ, നീ ഡീപ് ക്ലീനിങ്ങിലേക്ക് തുടങ്ങിക്കോളൂ, ഞാൻ മാറ്റിക്കോളാം. എന്തായാലും എനിക്കാണ് കുറച്ചുകൂടി ഇവിടെ എവിടെയാണ് സാധനങ്ങൾ ഇരിക്കണമെന്ന് അറിയാവുള്ളൂ. നീ പണിയെടുക്കണ കാണട്ടെ. മുണ്ടൊന്നും എടുക്കൂടെ? അതെ, ഞങ്ങൾ കൈലി മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. അതിൻ്റെ ഒരു കൈലി മുണ്ട് എടുത്തിട്ടു. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രേ അടിക്കണം, മാസ്ക് ഇട്ട് സ്പ്രേ അടിക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം വെച്ച് തൂക്കണം അല്ലേ? വെള്ളം വെച്ച് തൂക്കണം, അതോ ചുമ്മാ തുണി വെച്ച് തൂക്കണം അല്ലേ? കണ്ണാടി ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് എല്ലാ കോർണറിലും ഉണ്ട്. ആക്ച്വലി ഇത് മെയിൻലി ഇതിന്റെ എനിക്ക് തോന്നുന്ന സ്ട്രക്ചറൽ പ്രോബ്ലം കൊണ്ടാണ്. ഇത് ടോപ്പ് ഫ്ലോർ ആണ്, മേളിൽ ആക്ച്വലി ഹീറ്റിംഗ് ഇല്ല. മറ്റേ പുള്ളി വന്നിട്ടാണ് ചെല്ല് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഫുള്ള് പരിശോധിച്ചു. പുള്ളി ഇതിന്റെ പ്രശ്നമല്ല, പുള്ളിയും പറയുന്നത് പുറത്തെ പ്രശ്നം ആവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. ചെല്ല് പറഞ്ഞിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പൊ. ഏകദേശം ഇതുണ്ടോ, ഇതിപ്പോ ടോപ്പ് ഫ്ലോർ ആണ്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ടോപ്പ് ഫ്ലോർ ആണ് ഇത്. അപ്പൊ മേളിൽ ഹീറ്റിംഗ് ഇല്ല, അപ്പൊ അതിന്റെ പ്രശ്നം വരാനും ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിലുണ്ട് ജനൽ സൈഡിലൊക്കെ. നാട്ടിൽ വന്നതാ. ഇത് അങ്ങോട്ടേക്ക് പെട്ടികൾ പോട്ടെ. പക്ഷെ ഇവിടെ ഉള്ള സാധനം എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഇത് റിസ്കി ഷോട്ടാലോ? ഷോട്ടല്ല, റിസ്കി. ഇല്ലടാ, ഇവിടെ സ്പ്രേ അടിച്ചിട്ട് നമുക്ക് നൈസായിട്ട് തുടയ്ക്കാൻ. അപ്പൊ നമുക്ക് അതെ മാസ്ക് ഇടാം. കൊറോണ ഇത് നമുക്ക് DM-ന്ന് കിട്ടിയതാണ്, കിട്ടിയതല്ല വാങ്ങിച്ചത്. കൊറോണ കഴിഞ്ഞപ്പോ ഇപ്പൊ മാസ്ക് നമുക്ക് വലിയ ഉപകാരം ഇല്ലല്ലോ. ഒരു ലോഡ് എടുത്ത് കളഞ്ഞത് 10 സ്റ്റൂപ്പിന് ഏതാണ്ട് 2 യൂറോ ആട്ടായിരുന്നു. നമ്മൾ DM-ൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടുത്തെ ജർമ്മനിയിലെ ഒരു എന്ത് ഷോപ്പാണ്, എല്ലാ സാധനങ്ങളും കിട്ടുന്നത് കോസ്മെറ്റിക്സ് ആണ് തന്നെ.
അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. 2 മാസ്ക് വെച്ചിട്ടോ ഒരെണ്ണം പറയാൻ റിസ്ക് എടുക്കണ്ട. ഇത് ലെങ്സിലൊക്കെ പോയാൽ വൻ പ്രശ്നം. ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ പറയും അത് വട്ടാണ്. കാരണം ഞാൻ എൻ്റെ പണ്ടത്തെ വീട്ടിൽ ഇങ്ങനെ പൂപ്പലുണ്ട്. അപ്പം ഞാൻ മാസ്ക് വെക്കേണ്ടത് എനിക്കറിയാൻ പാടില്ലായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞപ്പോഴാണ്. എന്തായാലും ആദ്യം മാസ്ക് വെക്കുക, അത് കഴിഞ്ഞിട്ട് 99.9% ബാക്ടീരിയനെയും കൊല്ലുന്നല്ല. ആ ബാക്കി ഒരു 0.1% ഇവിടെ അടിച്ചു തുടങ്ങണം. ഇപ്പൊ ടെക്നിക്ക് പിടിപെട്ടി ഇവിടെ കുറേ ഉണ്ട്. തടിക്കോട്ടെ ഒത്തിരി അടിക്കട്ടെ, ഒത്തിരി താഴെ ഉരുണ്ട് വീഴും. ഇതിന് പിന്നെ മുമ്പ് നേരെ ആകുമെന്ന് പ്രതീക്ഷിക്കാല്ലേ. സമ്മർ നല്ല തണുപ്പുള്ള സമയം ഇവിടെ വായി പോകാൻ നോക്കണേ. റിസ്ക്കാണ്, റിസ്ക് എലമെന്റ്സ് കൂടുതലുണ്ട്. പെയിന്റ് ഇളക്കി പോകാതിരുന്നു മതിയായിരുന്നു. നല്ല പെയിന്റാണ് അടിച്ചത്. ഞാനല്ല അടിച്ചത്, എനിക്ക് കിട്ടിയപ്പോ ഇങ്ങനെ കിട്ടിയതില്ല. ഈ ബിസിനസ് തുടങ്ങിയാലോ? ഗ്രീൻ ഹൗസ് ആണോ? ജർമ്മൻ ഗ്രീൻ ഹൗസ്. ഇത് തുടക്കുമ്പോ ഏറ്റവും കൂടുതൽ സീൻ വരാമെന്ന് തോന്നണം എനിക്ക്. പൊടി ഒരുപാട് പറക്കണതും അത്രയും സീൻ തുടങ്ങി. ഇനി ഇവിടെ അടിക്കണം. അവിടെ ചെറുതായിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഈ മൂലിക്ക് കേട്ടോ ഇവിടുത്തെ കാര്യം മറന്നു. ഞാൻ പണ്ട് താമസിച്ച വീട്ടില് ഫുൾ മോളിലായിരുന്നടാ. ഇത് റൂം മാത്രല്ലേ ഉള്ളൂ, അവിടെ ഫുള്ളായിരുന്നു. കിച്ചൺ അടക്കം ഉണ്ടായിരുന്നു. ആ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഓരോ മാസം തുടയ്ക്കും. സത്യം പറഞ്ഞത് ലാൻഡ്ലോഡ് ചെയ്ത് തരണ്ടല്ലേ. നമ്മുടെ സേഫ്റ്റിക്ക് ചെയ്യുന്നു. ഇവിടെ പിന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ചിലപ്പോ 2 മാസം കഴിയുമ്പോൾ വരാന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മുടെ പണിക്കുറ്റം തീരും. അപ്പൊ നമ്മുടെ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇവിടെ അടിച്ച് എല്ലായിടത്തും സാധനം ഈ ഒരു കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാല്ലേ. 5 minutes later. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് ടിഷ്യൂ പേപ്പർ എടുത്തു, തുടച്ചു നോക്കാം. തുടക്കം തന്നെ ഇവിടെ മേലുണ്ടല്ലേ. ഇതിങ്ങനെ ഇരിക്കണു. ഫുള്ളി പോയിന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത് ചിലപ്പോ ഈ സ്പ്രേ അടിക്കാതെയും ചിലപ്പോ പോവായിരിക്കും. ഇവിടെ ഇങ്ങനെ തുടച്ചാല് ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു തുണി വെച്ച് കുറച്ചുകൂടി കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. തുണി കിട്ടി. കിച്ചൺ ഫ്രഷ് സാധനം, പുത്തൻ സാധനമാണ്. ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിനേക്കാൾ നല്ല ഇത് ഇത് തന്നെയാണോ? അതിനാണ് അതുമായി ഡയറക്റ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് വെച്ച് ഗ്ലൗസ് വാങ്ങിയാൽ മറന്നുപോയി. കമോൺ, സേഫ്റ്റി ഒന്നും യൂസ് ചെയ്യട്ടെ. ഇവിടെയൊക്കെ ഉണ്ടല്ലേ. തുണിയുള്ള ബെസ്റ്റ്. ടിഷ്യൂകളെ നല്ല തുണി ഉപയോഗിക്കണ്ട. ശരിക്കും റിയൽ വ്യത്യാസം. ശരിയാണ്, നാപ്റ്റോളിന്റെ പ്രൊഡക്റ്റ് ആണ്. നാപ്റ്റോളിന് ഇത്ര ഇതില്ല, ജർമ്മൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഒരു കറ വശ ഉണ്ടല്ലോ എപ്പോഴും. അതാ പെയിന്റിന്റെ മറ്റേ ഈ സാധനം അല്ലെ, ആ മുകളിൽ വന്നതിന്റെ ചെറിയൊരു കറയുണ്ട്. അത് കൂടുതൽ തോന്നുന്നു. അതെ, എത്ര ക്യാമറ താത്തണ്ട, കണ്ടന്റ് മറക്കും. അതെ അതെ അതെ, മുണ്ടെടുത്ത് കുത്തിയേക്കാലേ. അയ്യോ, ഇവിടെ മുമ്പത്തെ കളർ റോസ് കളറാണ്. ഉള്ളിലുള്ളൊക്കെ പുറത്തേക്കുണ്ട്. ഇത് ഏത് വർഷത്തെ വീടായിരിക്കും? ഇത് ചിലപ്പോ വേൾഡ് വാറിന്റെ ടൈമിലൊക്കെ ഉള്ള വീടൊക്കെ ആയിരിക്കും. എടാ യൂഷ്വലി എങ്ങനെയാണ്, ഞാൻ ബെർലിനിലൊക്കെ കണ്ടിട്ടുണ്ട് 1800 വീടുകളൊക്കെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, കല്ലുമ്പ് കൊത്തി എഴുതിക്കില്ലേ, അങ്ങനെ സെറ്റപ്പിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്കതും പഴയ വീടുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് സ്ട്രക്ചറുകൾ ഇങ്ങനെ ആയതുകൊണ്ട്
ഇവന്റെ ഒന്നും സ്ട്രക്ചറേ ശരിയല്ല. എനിക്ക് തോന്നുന്നു നിന്റെ ഒക്കെ ഉപയോഗം കൊണ്ട് എങ്ങനെയാ പോയി വെറുതെ സ്ട്രക്ചറിനെ കുറ്റം പറയണ്ട. നാട്ടിലിറങ്ങി എല്ലാ വിഷയം കൊണ്ട് എങ്ങനെയൊക്കെ ഇങ്ങനെ മോൾഡ് നാട്ടിൽ വരാറുണ്ടോ? ക്ലൈമറ്റ് കുറവല്ലേ? പക്ഷെ നാട്ടിൽ ഇപ്പൊ അതിനനുസരിച്ചുള്ള പെയിന്റ് ഒക്കെ ഉണ്ട്. ജർമ്മനി ഇപ്പോഴും വളർന്നിട്ടില്ല പെയിന്റിന്റെ കാര്യത്തിൽ. നമ്മുടെ നാട്ടില് എനിക്ക് അപ്പെക്സ് അൾട്ടിമ പിന്നെ എന്നേക്കും വിടാ. ഇത് ഡിസൈന് പോലെ നടക്കുന്നതിനകത്ത് ഇത് പോണില്ല ഒരുപാട്. ഇത്ര ഭാഗത്തൊന്നും പോണില്ല. ഓ ഗൈസ്, പ്രൊഡക്റ്റ് റോങ് ആണ് ഗൈസ്. ഇത് കുറച്ചേ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഇത് ആക്ച്വലി ഓട്ട ഇതാണോ അറിയില്ല. വീട് കത്തിക്കേണ്ടി വരുമോ? ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഫേക്ക് ആണോ എന്ന് എനിക്ക്. ഇത് ചെറിയ ചെറിയ മോഡുകളൊക്കെ സാധനം പറ്റുള്ളൂ. ഈ പഴഞ്ചൊല്ലെല്ലാം കേട്ടോ മോനെ, പൂപ്പിൽ വന്ന് ജർമ്മനിൽ വീട് കത്തിച്ചോളണം ഉള്ളതല്ലല്ലേ? എലിയെ പേടിച്ചില്ലം ചുടുക. ആ അതാണ് ആയിരിക്കും. ഈ ഒരു മൂല കഞ്ഞിമൂല കഞ്ഞിമൂല കഞ്ഞിന്റെ നീപ്പം കണ്ടാലോ അറിയാം. കഞ്ഞിമൂല തൊടാൻ പറ്റുന്നില്ല. ബാക്കി എല്ലായിടത്തും ഓക്കെ. താഴത്തേക്ക് വരുമ്പോ സീനാണല്ലേ? ആ സൂപ്പർ ആയിട്ടോ. ഭയങ്കരമായിട്ട് ഒന്നിനടിച്ച് അവിടെ കുറച്ചും കൂടി സീനാ പോലെ. പക്ഷെ അവിടുത്തെ പെയിന്റ് പൊളിഞ്ഞോട്ടാ. ഞാൻ നേരത്തെ ചെറുതായി ടെസ്റ്റ് അടി ചേർന്നു. 1/2 കിലോ പെയിന്റ് പൊളിഞ്ഞോണ്ട്. ഇവിടെ ഞാൻ താമസിക്കുന്നതിന് മുമ്പ് ഒരു ചേച്ചി ആയിരുന്നു, ഹിന്ദിക്കാരി ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി അന്ന് ബാബി പുള്ളിക്കാരി അന്ന് ഇത് ചെയ്തതാണ്. പുള്ളിക്കാരിക്ക് തന്നെയാണോ പരിപാടി? ഐ മീൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് തന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുമല്ലോ. പക്ഷെ ക്ലീൻ ചെയ്യുമ്പോ നമ്മൾ പെയിന്റ് അടിക്കുമ്പോ ആദ്യമേ ഡീപ് ക്ലീൻ ചെയ്തിട്ടല്ലേ നമ്മൾ പെയിന്റ് അടിക്കാറ്. പക്ഷെ പുള്ളിക്കാരി അന്ന് കൊണ്ടുപോയി മോൾഡിന്റെ മുകളിൽ പെയിന്റ് അടിച്ചാ? മോൾഡിന്റെ മേളിലല്ല, അന്ന് മോൾഡ് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ലടാ. ഉണ്ടാവും ഉറപ്പായിട്ടും. അതായത് നോർമലി ഇപ്പൊ ഇവിടെ പൊടിയുണ്ട് മാറാനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ കൊണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചു വയ്ക്കും. ശരിയല്ലോ. ആ പരിപാടിയായിരുന്നു. ഇതൊക്കെ നിനക്ക് കണ്ടുപിടിച്ചു നീ? കാരണം അവിടെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു പെയിന്റ് വേഷണം ഞാൻ കണ്ടു. പെയിന്റ് വേഷനോ? അതായത് മറ്റേ പൂപ്പലിലൊക്കെ പെയിന്റ് അടിക്കുമ്പോ അങ്ങനത്തെ സെറ്റപ്പ് കാണാനും. ഓ ഇത് കൈ മുറിച്ചാൽ തീർന്നു കേട്ടോ. പൊന്നു മോനെ 1800 ഇരുമ്പായിരിക്കും അത്. സെപ്റ്റിക്കായി ചത്തോ? സൂപ്പർ ഉണ്ടത്. ഇതിന്റെ വർക്ക് കൊള്ളാം. ഇങ്ങനത്തെ വർക്കിന് അതിനെ കോണ്ടാക്ട് ചെയ്യുക. MAG ഗ്രീൻ അല്ല MAG ജർമ്മൻ ഗ്രീൻ ഹൗസ്. വാട്ടറി ഫീൽ ആണ് ഇവിടെ. ഇത് പൊളിച്ച് 4 ലിറ്റർ വെള്ളം ചാക്കും. ഇതുകൊണ്ട് ആക്ച്വലി ലങ്സിനൊക്കെ ഭയങ്കര രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലല്ലേ? പിന്നെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചോ? അതെ അതെ. അയ്യോ, ഡീബിയുടെ ട്രെയിൻ കിടക്കുന്നുണ്ട് അവിടെ. ആ ട്രെയിൻ സമയത്തിനോടാത്തോടെ കിടക്കുന്നതായിരിക്കും. അങ്ങനെ കേട്ടോ മര സമയത്തിനോടാത്ത ഒരു കമ്പനിയാണത്. റിസ്ക് സാപ്പിടാൻ പറ്റൂ. ഇത് പുറത്ത് ഒരാളെ പൈസ കൊടുത്ത് നല്ല രീതിയിൽ ചെലവാകൂലേ? ഓ ഇതും മൂലാട്ടോ. എടാ അതൊരു മൂലയാണ്. കന്നിമൂല. ഇത് മേൽമൂലയാണ്. ഒരു വീടിന് ഒരു കന്നിമൂല പോലെ. എനിക്കറിയാമോ അതിനെ കുറിച്ച്? ശാസ്ത്രം എനിക്കറിയില്ല, വാസ്തുശാസ്ത്രം എനിക്കറിയത്തില്ല. നൈസായിട്ട് പോയല്ലോ അത്. ജർമ്മനിയിൽ വന്നിട്ട് ഓരോ അവസ്ഥകളെ നാട്ടിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കമന്റ് ഇടും വീട് മര്യാദക്ക് സൂക്ഷിക്കുന്നതായിരിക്കുന്നതാണ് പറഞ്ഞ്. ഇപ്പൊ കമന്റ് വരും നീക്ക് എന്തിനും ജർമ്മനി പോയി ഇതിനെ തിരിച്ചു വന്നു. ഇതൊക്കെ ഒരു അവസ്ഥയാണ് ചേട്ടന്മാരെ അവിടുത്തെ. കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടില്ല. ഭയങ്കര കോർണറുകളിൽ ഡീപ് കോർണറുകളിൽ ഡീപ് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി ഡീപ് ക്ലീൻ തീർന്നു. ഈ വീഡിയോയും അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ താല്പര്യമുള്ളവർ ആമസോണിൽ നിന്ന് മറ്റേ കൂടിയ സാധനം വാങ്ങിച്ച് സെറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ ചെറിയ മോൾഡാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇത് ഞങ്ങൾക്ക് കൂടിയ സാധനമാണ് വാങ്ങിക്കേണ്ടത്, പക്ഷെ ഒരു പരീക്ഷണാർത്ഥം ചെറുതാണ്. ഇനിയിപ്പോൾ നേരെ ലാൻഡ് ലോഡിന് മെയിൽ അയക്കുന്നു, അടുത്ത മാസത്തെ റെന്റ് പകുതി അല്ലെങ്കിൽ 75% കൊടുക്കുന്നുള്ളൂ. അതെ, ആക്ച്വലി നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഈ ഉണ്ടായ സംഭവം നിങ്ങൾ ആക്ച്വലി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കുക. കാരണം ലാൻഡ് ലോഡ് വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൂഫ് ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ഒരു അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് ഇതിപ്പോ ഒരു കേസൊക്കെ ആയിട്ട് ഇപ്പൊ ലാൻഡ് ലോഡ് നിങ്ങൾ ഇത് ഒരുപാട് മൈൻഡ് ചെയ്തില്ല, അവര് പറയണത് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലീഗൽ ഇൻഷുറൻസ്. അതെ, പക്ഷെ അത് 3 മാസം കഴിയുമ്പോഴാണ് ചിലപ്പോൾ വർക്ക് ആവുള്ളൂ. അതിന് ഭേദം ഒരു മീറ്റേ ഫ്രൈ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഇവിടെ മറ്റേ നമ്മളെപ്പോൾ റെന്റ് അടയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു ഫ്രൈ എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരു സംഘടനയുണ്ട്. അപ്പൊ അവരിൽ ജോയിൻ ചെയ്യുക, പെർ മന്ത് എങ്ങാണ്ട് €20 കൊടുത്താൽ മതി. അപ്പൊ അവര് നമുക്ക് ഒരു വക്കീലിനൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടി ഇവർ ആക്ട് ചെയ്തോളൂ. അതെ അതെ, കാരണം നമുക്ക് ലാൻഡ് ലോഡാണ് ആക്ച്വലി ഇതൊക്കെ ചെയ്ത് തരേണ്ടത്. അവർ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാം. അതായത് നമ്മളായിട്ട് നശിപ്പിക്കുന്ന സാധനത്ത് ലാൻഡ് ലോഡല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പക്ഷേ സ്ട്രക്ചറലിന്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആണെങ്കിൽ അവരെ കൊണ്ടേ കാണിക്കാം, അവരെന്താ പറയണം നോക്കാം. കുറെ പേര് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല, കുറെ പേര് പറയും നമ്മുടെ അടുത്ത് തന്നെ പൈസ അടച്ചോ, എന്തൊക്കെ ചെയ്യുന്നത് ചെയ്തോളാൻ പറയും. അങ്ങനെ ഫൈനലി ഇങ്ങനെ എത്തിയിരിക്കുന്നു. കാണുമ്പോൾ ഇപ്പോൾ പറഞ്ഞൊന്നുമില്ല, ബട്ട് സൂക്ഷിച്ച് നോക്കിയാൽ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ പക്ക ക്ലീനായി. ബട്ട് അവിടെ സൈഡിൽ പോകാനുണ്ട്, ഇവിടെ ഒക്കെ ആയി. ഈ കന്നിമൂലകള് കുറച്ച് സീനുണ്ട്, ബാക്കിയെല്ലാം പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ളു അല്ലെ? ഇനിയൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സന്ധിക്ക് വരെ വണക്കം. വണക്കം, ബൈ, ചാവോ. കുളിക്കാൻ കഴിക്കാന്നോ? ഇതെങ്ങനെ ക്ലോസ് ചെയ്യണേ? അവിടെ മതി.